മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ഇന്ന് 3-ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ജില്ലകളൊക്കെ കടന്ന് ഒരു കുട്ടി സംഘം ഇന്നിവിടെ അക്ഷരോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി സംഘമാണ് ഇവർ. അപ്പോൾ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുവാണ്. ഏത് കോളേജാ? പനമ്പള്ളി, ചാലക്കുടി പനമ്പള്ളി കോളേജിൽ നിന്ന് വരികയാണ്. എത്ര കോളേജ് കുട്ടികളുണ്ട് നിങ്ങൾ? മൊത്തത്തിൽ 9 പേരാണോ? 9 കോളേജിലെ കുട്ടികളാണോ ഉള്ളത്? അതെ അതെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയത്? എങ്ങനെയാണ്? മാതൃഭൂമി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇവിടെ എത്തി. നേരത്തെ മുന്നേ കാക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അധ്യാപികയാണോ? അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തുന്നത്? ഏത് കോളേജിലെയാണ്? ഞങ്ങൾ പനമ്പള്ളി ഗവൺമെൻറ് കോളേജിൽ ചാലക്കുടി. ഞാൻ സംസ്കൃത അധ്യാപികയാണ്, ഇവർ മലയാളംകാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാനും വന്നു. കാണാൻ വേണ്ടിയിട്ടാണോ സംസ്കൃതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? എനിക്ക് മലയാളം ഇഷ്ടമാണ്. ഫസ്റ്റ് സെഷൻ കണ്ടെന്ന് തോന്നുന്നു. മനോജ് പിള്ളയുടെ സെഷൻ ആയിരുന്നു. എന്ത് തേങ്ങയാണ് ജീവിതം എന്നുള്ളതായിരുന്നു ഒരു ടൈറ്റിൽ എന്നുള്ളത്. കേട്ടപ്പോൾ ചിരി വന്നു. പക്ഷേ അതിൽ കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. തിരിച്ച് ചോദ്യം ചോദിച്ചതിലും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുറേ ധാരണകൾ കിട്ടി. അപ്പോൾ താങ്കളുടെ ജീവിതം എങ്ങനെയാണ്? തേങ്ങയുമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുമോ? അത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടിരിക്കും. ഓരോ സാഹചര്യങ്ങളും നമുക്ക് ചിലപ്പോൾ തോന്നും എന്ത് തേങ്ങയായതെന്ന് തോന്നും. പക്ഷേ സാഹചര്യങ്ങളിലൊക്കെ പകഞ്ഞ് മാറ്റി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിലെന്തൊക്കെയോ കാമ്പുണ്ട്, ഉൾക്കാമ്പുള്ളതാണെന്ന് തോന്നും. ആദ്യത്തെ സെഷൻ കേട്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇങ്ങനൊരു ഫെസ്റ്റിന് വരണം എന്നുള്ളത്. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ അതിന് ഒരു സഹായം അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ എത്തിച്ച മാതൃഭൂമിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു സെഷൻ നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടോ? ഇത് കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നതെന്നൊക്കെ? സന്തോഷ് ജോർജ് കുളങ്കരേൻ്റെ ഒരു ചരിത്രം എന്നിലൂടെ എന്നുള്ള ഒരു സെക്ഷനുണ്ട്, അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ എഴുത്തിനൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും തൃശ്ശൂരിൽ നിന്ന് അവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു സമയം, കൂടുതലും കോഴിക്കോട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ വരാറുള്ളത്. അപ്പോൾ ഒരു മാതൃഭൂമി തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇപ്പോൾ വലിയ വീക്ഷണമൊക്കെയുള്ള കുട്ടികളാണ്. കാണേണ്ട ഓരോ സെഷനും നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടേക്കാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു ദിവസമുള്ളൂ എന്നുള്ളൊരു വിഷമം കൂടെ ഇവർക്കുണ്ട്. എന്തായാലും പറ്റുന്നത്ര സെഷനൊക്കെ കണ്ടിട്ടായിരിക്കും തൃശ്ശൂരിലേക്ക് മടങ്ങുക. ജോബിൻ തേക്കടിക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.